വരി ആദ്യം എൻ്റെ കുറച്ച് ക്ലാസ്സുകൾ കേൾക്കണം, എന്നിട്ടേ തരുള്ളൂ. നിങ്ങൾക്ക് ചീരണിണ്ട്. വരി വേണ്ട. ആ വരി, എല്ലാവരും ഓരോരുത്തർ വരിടാ. ഇത് നമ്മളെ വല്യാപ്പാൻ്റെ അവര് കീസ് വാങ്ങി വണ്ടി ഇറച്ചി മേൻ പണിയെടുക്കും. ഓരോരുത്തർക്ക് ഞാൻ തരും. നിൽക്ക്. ആ ഉസ്മാനെ, എന്നോട് ഞാൻ ആളെ കൂട്ടാൻ പറഞ്ഞില്ലേനോ? ഈ മൂന്നാൾക്ക് ഞാൻ എങ്ങനെ പ്രസംഗിച്ച? നമ്മൾ പ്രസംഗിക്കുമ്പോൾ എന്ത് ചെയ്യണം? നിങ്ങൾ മൂന്നാൾ എനിക്കില്ല, കാരണം എന്നോട് ഞാൻ ആളെ കൂട്ടാൻ പറഞ്ഞ ഇത് മൂന്നാൾക്കും വേണ്ടി ഞാൻ എങ്ങനെ പ്രസംഗിച്ച? ഇതെൻ്റെ കുടുംബക്കാരല്ല. എന്നോട് കുടുംബക്കാരെ മാത്രമേ കൊണ്ടുവരാൻ പറഞ്ഞ, പുറത്തുനിന്ന് ആളെ കൊണ്ടുവരാൻ പറഞ്ഞില്ലേ ഉസ്മാനെ? ഇജിങ്ങ അങ്ങനെ നോക്കിയിട്ട് കാര്യമില്ല. എന്താ ഉസ്മാനെ, 4 ആളെ കൂട്ടിയാലുള്ള വെച്ച് പ്രസംഗിച്ചാൽ കഴിച്ചുള്ളൂ. എന്താണ് ഉസ്മാനജി കാട്ടണത്? ബാക്കിയുള്ളവരൊക്കെ എവിടെ? ഉസ്മാനെ, എനിക്ക് എന്താ വേണ്ടി? ഉള്ളിയ തക്കാളി വേണ്ടി. അപ്പോൾ എനിക്ക് 1-2 കാര്യങ്ങൾ പറയാനുണ്ട്. നിങ്ങൾ വണ്ടി നിർത്തി കഴിഞ്ഞാൽ ഞങ്ങൾ വണ്ടിക്ക് ചാടി കയറി ഗ്ലാസിൻ്റെ ഉള്ളിൽ കൂടെ ഓരോന്ന് എടുത്ത് പുറത്തേക്ക് ഇറങ്ങണല്ലേ. അപ്പോൾ എൻ്റെ കുട്ടികളെ അതല്ല പഠിപ്പിച്ചു കൊടുക്കണ്ടേ, കുട്ടികളെ റോഡ് നിയമങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണം. കേട്ടോക്ക്, മുഖത്തേക്ക് ഉസ്മാനെ, കേട്ടോക്ക്. അതായത് എൻ്റെ കുട്ടികളെ എങ്ങനെ പഠിപ്പിച്ചു കൊടുക്കണ്ടേ? റോട്ടിൽ കൂടെ വരണം. ഇപ്പം ഞാൻ താഴത്ത് കണ്ടിട്ടുള്ളൂ, ഇത്തിരി പോകുന്ന പൈതൽ റോട്ടിൽ ഇതാണ് അൽച്ചാട്ടി അപ്പുറത്തേക്ക് വണ്ടിക്ക് പാഞ്ഞേറി. അപ്പോൾ ഈ കുട്ടി വണ്ടി കയറി. അപ്പോൾ ഈ ലോഡും വണ്ടിയൊക്കെ മേത്ത് കൂടെ കയറൂലേ? എനിക്ക് പറഞ്ഞാൽ മനസ്സിലാവുണ്ടോ? ഇത് ഞങ്ങളെ മൂത്താപ്പയാണ് ഡാർവിൻ പറഞ്ഞിരിക്കണത്. ഓക്കെ, ഡാർവിൻ്റെ പരിണാമ സിദ്ധാന്തത്തിൽ ഇത് ഞങ്ങളെ മൂത്താപ്പയാണ്. ഇപ്പോൾ ഇത് കേൾക്കണേന് എൻ്റെ കജ്ജത്തെ ചീരിന് എനിക്ക് കിട്ടും വിചാരിച്ചിട്ട് എനിക്കറിയാം അല്ലേ? എന്താ മോനെ, എങ്ങനെയൊക്കെ ആയാൽ മതിയോ? മറ്റോ മാന്തന് ചൊറിന് വണ്ടിൻ്റെ ഉള്ളിൽ കയറിയോ? കുഞ്ഞാണി വണ്ടിൻ്റെ ഉള്ളിൽ കയറിക്കണോ? എന്നാ ഞാൻ അടിച്ചാളും ഞാൻ. എന്നാ വരി, അങ്ങോട്ട് വാ. എല്ലാവർക്കും തരാം. വാ എന്നാ. വാ എന്നാ, എല്ലാവർക്കും തരും. എനിക്ക് തക്കാളി സ്നേഹമല്ലോണ. കീസ് വാങ്ങി വണ്ടി ഇറച്ചി മേൻ പണിയെടുക്കും. ഞാൻ എനിക്ക് തരും. നിൽക്കില്ല തന്നെ. ഇത് ഇഞ്ചിയാണ്. ഇഞ്ചി കടിച്ച കുരങ്ങനെ കണ്ടോളിട്ടോ. എന്നാ ഇഞ്ചി വെളുത്തുള്ളി എനിക്ക് പറ്റിയില്ല. ഇന്നങ്ങയ്യേ വേണ്ട ഇഞ്ചി. വേണ്ടത് എടുത്തോ. എൻ്റെ അടുത്തില്ലാതെ തരാൻ പറ്റുള്ളൂ. ഉള്ളി എൻജോയ്. ഇന്നില്ല ശൂന്യം, വട്ടപ്പൂജയായി. കണ്ടോ, തിന്നും ഒരു മതമുത്തൽ തുടങ്ങി. അപ്പം നിങ്ങളോട് പറയാനുള്ള എന്താ വെച്ചാൽ, കുട്ടികളെ നല്ലവർക്ക് വളർത്തുക. ഓക്കെ, കുട്ടികളെ റോട്ടിൽ കൂടെ വിലം കുറിഞ്ഞാണ് ഇനി ഇവിടുന്ന് ഒരു കുരങ്ങൻ്റെ ശവം കാണാനിട ഞങ്ങളെ എല്ലാവരും ഇറച്ചിമേ മുഴെടുക്കും. എന്താ നിങ്ങൾ വിചാരിച്ചിരിക്കണേ? ഉസ്മാനും തീരെ ഒരു നിലയും മേലില്ല. എന്നോട് പറഞ്ഞാൽ അന്ന് ക്ലാസ് ഉണ്ടാവും 3:30. എന്നിട്ട് ഒരാളെയും വിളിച്ച് വരുത്തിയില്ല. ഈ 4 ആൾക്കും വേണ്ടി ഞാൻ എൻ്റെ തൊള്ളത്തെ വെള്ളം പറ്റിച്ച്. ഒരു പേരുങ്ങൾ ഞാനൊരു കുരങ്ങിൻ്റെ ശവം റോട്ട് കാണട്ടെ. കുരങ്ങിൻ്റെ ശവം ഇവിടെ കണ്ട ഉസ്മാനെ, എൻ്റെ ഇറച്ചിമ്മ ഞാൻ മണ്ണ് പറ്റിച്ചു.